ഇന്ത്യയും കാനഡയും പുതിയ 13 കരാറുകളിൽ ഒപ്പുവെച്ചു. ഊർജ്ജം, വ്യവസായം, നൈപുണ്യ വികസനം തുടങ്ങിയ കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. അടുത്ത 5 വർഷത്തേക്ക് ഇന്ത്യക്ക് കാനഡ യുറേനിയം നൽകുന്നതിനും ധാരണയായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാനഡ സന്ദർശനത്തിന്റെ ഭാഗമായാണ് മോദിയുടെയും കനേഡിയൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പറുടെയും നേതൃത്വത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ 13 കരാറുകളിൽ ഒപ്പുവെച്ചത്. കാനഡയിലെ കാമക്കോ കോർപ്പറേഷനിൽ നിന്ന് അടുത്ത 5 വർഷത്തേക്ക് $35 കോടി യുറേനിയം ഇറക്കുമതി ചെയ്യാനുള്ള കരാറാണ് ഇതിൽ പ്രധാനം. ഊർജ്ജോൽപാദനത്തിനായി 70 ലക്ഷം പൗണ്ട് യുറേനിയമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുക. വ്യോമയാനം, റെയിൽ, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരിച്ചു പ്രവർത്തിക്കുന്നതിനും ധാരണയായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും ആഗോള താൽപ്പര്യങ്ങൾക്ക് ശക്തമായ ഉഭയകക്ഷി ബന്ധം അനിവാര്യമാണെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നരേന്ദ്രമോദിയും സ്റ്റീഫൻ ഹാർപ്പറും പറഞ്ഞു. വ്യാപാര, വാണിജ്യ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനും നിക്ഷേപത്തിനും മോദിയുടെ വരവ് ഉപകരിക്കുമെന്ന് സ്റ്റീഫൻ ഹാർപ്പർ പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം കരാറിലൂടെ കാനഡയ്ക്ക് ഇന്ത്യയുടെ മേലുള്ള വിശ്വാസമാണ് തെളിയുന്നതെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. കൂടാതെ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ കാനഡയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്നും മോദി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.